ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഒന്നും പറഞ്ഞില്ല, എന്നാലും പറയാം. എന്തിനാണ് നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയുന്നത്? എല്ലാവർക്കും ഇത് കിട്ടിയിട്ടുണ്ട്. ഡെയിലി കിട്ടുന്നവരുണ്ട്, മിനിറ്റിന് കിട്ടുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പം മിണ്ടാതിരിക്കും, ചിലർ തിരിച്ചു പറയും. പക്ഷേ മിക്കവരും ഇതിനെപ്പറ്റിയൊന്നും ആലോചിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്തിനാണ് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയുന്നത്? ഒരു കാര്യമില്ലാതെ. അപ്പോൾ ഇതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റിയ എനിക്ക് വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ, വേണ്ട അത് പറയണ്ട, അതൊക്കെ ഇരിക്കട്ടെ. സംഭവം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ചിലർ നല്ല രീതിയിൽ നന്നായിട്ട് നടക്കുമ്പോൾ ചിലർക്ക് പിടിക്കുകയില്ല, അസൂയ. അതാണ് വൺ ഓഫ് ദ മേജർ ഫാക്ടേഴ്സ്. നന്നായി നടക്കുന്നവനെ എങ്ങനെയെങ്കിലും ഒന്ന് ചൊറിഞ്ഞ് അവരെ ഒന്ന് അസ്വസ്ഥരാക്കുക. അത് തന്നെ സംഭവം. അത് ബേസിക്കലി വരുന്നത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് മാത്രമാണ്. അത് അങ്ങനെ ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ തലയ്ക്കകത്ത് ഒരു ലൈറ്റ് കത്തണം. എന്തിനാണ് ഇവൻ അങ്ങനെ പറഞ്ഞത്? ഉടനെ പോയി റിയാക്ട് ചെയ്യാനൊന്നും പോയരുത്. സത്യം പറഞ്ഞാൽ അതായിരിക്കും നല്ലത്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി, ജന്മനാ ഉള്ള അസുഖം. അത് ചിലർക്ക് പാരമ്പര്യമായിട്ട് വരുന്ന സാധനങ്ങളുണ്ട്. ഈ ചൊറി എന്ന് പറയുന്നത് അത് ട്രാൻസ്ഫറബിൾ സാധനമാണ്. അങ്ങനെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അത് നമ്മൾ എത്ര മിണ്ടായിരുന്നാലും എത്ര തിരിച്ചു പറഞ്ഞാലും ഒരു കാര്യമില്ല, കേട്ടോണ്ടേയിരിക്കുക. അങ്ങനെയുള്ളവരെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതാണ് എൻ്റെ ഒരു സൊല്യൂഷൻ. അല്ലാതെ അതിലും കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ അത്ര സൈക്കോളജിസ്റ്റൊന്നും ആയില്ല. ഞാൻ ഇതൊക്കെ പറയുന്നത് എൻ്റെ ബേസ്ഡ് ഓൺ മൈ ഒബ്സർവേഷൻ ഫ്രം ഓൾ ദീസ് ഇയേഴ്സ്. അതാണ് സംഭവിക്കുന്നത്. പിന്നെ മൂന്നാമതെന്ന് പറയുന്നത്, മൂന്നില്ല, ഈ രണ്ടെണ്ണേ ഉള്ളൂ. ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകാർക്കാണ്, അതാണ് പെർസെൻറ്റേജ് കൂടുതൽ ആൾക്കാർ. ഇപ്പം ഒന്നും വയ്യാതെ പാവത്തെപ്പലിരിക്കുന്നതിന് വെറുതെ പോയി ചൊറിയാൻ ഒരു മരമുണ്ട്. അത് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കാണിക്കാൻ പറ്റും. അതാണ് കറക്റ്റ്. അതാണ് മൂന്നാമത്തെ. സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കൂടുന്നതിൻ്റെ ചൊറി. അവനൊരു പുലിയാണ് മറ്റുള്ളവരെ കാണിക്കാനും മറ്റുള്ളവൻ്റെ മേളിൽ കയറി ആധിപത്യം സ്ഥാപിക്കാനുമുള്ള തന്ത്രപ്പാട്. അത് ഒത്തിരി പേര് കാണിക്കുന്നുണ്ട്. ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവർ പോലെ തന്നെ അതേ ലെവലിൽ ഉള്ളതാണ്. അത്ര ഈക്വലായിട്ടുണ്ട്. ഒത്തിരി പേര് കാണാറുണ്ട്. അത് വരുന്നത് അവരുടെ മനസ്സിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാരണമാണ് ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കാണിക്കാൻ പുറത്തോട്ട് വരുന്നത്. അതാണ് സത്യം. അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെ നേരിടാം? അതാണ്. ചിലർക്കാണെങ്കിൽ ചൊറിഞ്ഞ് സന്തോഷം കിട്ടുന്നവരുമുണ്ട്. അത് ഈ രണ്ടാമത്തെ കാറ്റഗറി പറഞ്ഞവരും ഒത്തിരി പേര് അങ്ങനെ ഉള്ളവരാണ്. നമ്മളെക്കൊണ്ട് ചൊറിഞ്ഞ് നമ്മളെക്കൊണ്ട് റെസ്പോണ്ട് ചെയ്യിക്കുക, അജിറ്റേറ്റ് ചെയ്യിക്കുക, റിയാക്ട് ചെയ്യിക്കുക. അത് അവർക്കൊരു കിക്ക് കിട്ടുന്നതാണ്. നമ്മൾ ഓട്ടത്തിന് റേസിലൊക്കെ ഫസ്റ്റ് കിട്ടും, നമുക്ക് സന്തോഷമില്ലേ? അതേ സന്തോഷമാണ് ഇവർക്ക് കിട്ടുന്നത്. അതിന് ഒറ്റ പ്രതിവിധി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. അവർ ചൊറിഞ്ഞാലും ഒന്നും ചെയ്യാതിരിക്കുക, റിയാക്ട് ചെയ്യാതെ. എല്ലാം പറയാനുണ്ടെങ്കിൽ നോർമലായിട്ട് സന്തോഷത്തോടെ എന്തെങ്കിലും കാര്യം തിരിച്ചു പറയുക. ഭയങ്കര പാടാണ്. അത് ട്രെയിനിങ് തന്നെ വേണം. എസ്പെഷ്യലി ഭാര്യമാരായാലും ഭർത്താക്കന്മാരായാലും അങ്ങനത്തെ കേസുകളിൽ നിങ്ങൾക്കത് പാലിച്ചേ പറ്റൂ. കുറച്ച് കൊല്ലങ്ങൾ കഴിയുമ്പോൾ ആ സ്വഭാവം മാറും. കൊല്ലങ്ങളെടുക്കും, മാസങ്ങൾ പോലുമല്ല. അപ്പോൾ നിങ്ങളെ അതുപോലെ തന്നെ മനസ്സ് കഠിനമാക്കി ട്രെയിൻ ചെയ്യണം. അത് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അടിച്ചു വരിക. വെറുതെ ജീവിതം വെറുപ്പിക്കത്തേ ഉള്ളൂ. നമ്മുടെ സന്തോഷവും സമാധാനവും അതുപോലെ അങ്ങ് പോവും. നമുക്കെത്താൻ പറ്റുന്ന ഉയരങ്ങൾ വരെ പോലും എത്തുകയില്ല. അതൊരു കാര്യം. പിന്നെയെന്ന് പറയുന്നത്, ബൈ ദ ബൈ, ഞാൻ ഈ വീഡിയോ ടോക്ക് തുടങ്ങിയത്
എൻ്റെ ഈ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ വേറെ മൈക്കായിരുന്നു. അപ്പം ഈ ടോപ്പിക്ക് എൻ്റെ മനസ്സിൽ കൂടെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതും ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാം എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെയെന്ന് പറയുന്നത് ആദ്യത്തെ കാറ്റഗറി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവർ. അതും ഇതുപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യാനേ പോകണ്ട. റെസ്പോണ്ട് ചെയ്യാതിരുന്നാൽ അവരുടെ കുരു പൊട്ടത്തേ ഉള്ളൂ. നമ്മൾ എസ്പെഷ്യലി ഓഫീസുകളിലായിരിക്കും ഇത് കാണുന്നത്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലന്മാർക്ക് പിടിക്കുകയില്ല. അപ്പോൾ എന്നാ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ വർക്ക് അതുപോലെ കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെയുള്ളവന്മാരുടെ വർത്തമാനം കേൾക്കാതിരിക്കുക. ഇമാർ ചിലപ്പോൾ 1-2 പേരെ കൂട്ടുപിടിച്ചായിരിക്കും കണവണ പറയുന്നത്. ഇതൊക്കെ ഒത്തിരി എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇവർ പറയുന്നതായിട്ട് ബോധറേഷനിൽ ചെയ്യാൻ പാടില്ല. ഇത് മിക്കവാറും ഞാനീ പറയുന്നത് നമ്മുടെ പുതിയ ജനറേഷന് വേണ്ടി കാര്യങ്ങളാണ്. കാരണം വയസ്സായിട്ടുള്ളവർ ഇതൊക്കെ ഒത്തിരി കൊണ്ട് തേഞ്ഞിട്ടുള്ളവരാണ്. അപ്പോൾ പുതിയതായിട്ട് ഓഫീസിലും വർക്കുകൾ പുതിയ കാര്യങ്ങളിലൊക്കെ പുതിയതായിട്ട് പോകുന്ന പിള്ളേർക്ക് വേണ്ടിയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ. പിന്നെ എന്നുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ മൂന്നാമത്തെ കാറ്റഗറി സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവർ. അത് മിക്കവാറും നിങ്ങളുടെ ഫാമിലി തന്നെ ഒത്തിരി പേര് കാണും. ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. ഫാമിലി ഉള്ളവരാണ് കൂടുതലും ഇത് കാണിക്കാൻ വരുന്നത്. അതവർക്ക് കുറച്ചുകൂടെ ഫാമിലിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കാണിക്കാനുള്ളൊരു ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒരു ആധികാരികമായിട്ട് വർത്തമാനം പറയുന്നവരൊക്കെ കാണും. ചിലർ നല്ല ഉദ്ദേശത്തിലായിരിക്കും, ചിലർ മോശം ഉദ്ദേശത്തിലായിരിക്കും. നല്ല ഉദ്ദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയും കാര്യങ്ങൾ പറയുന്നവർ നല്ലവരുണ്ട്, ഒത്തിരി പേരുണ്ട്. പക്ഷേ വലിയ കൊണാണ്ട്രാന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നവരുമുണ്ട്. അവരെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, മാറ്റി നിർത്തുക. ഇതൊക്കെയുള്ളൂ പ്രജാപതികൾ. ഇതെല്ലാം കൂടെ നിങ്ങളുടെ തലയിൽ കയറ്റി വെക്കണമെന്ന് ഇവിടെ ഒരു നിയമവും ഇല്ല, ഒരു നിർബന്ധവും ഇല്ല. ഇതേ ഓപ്ഷനുള്ളൂ. നിങ്ങൾക്ക് സമാധാനം വേണോ ഇത് കൊണ്ടുപോവുക. അല്ലെങ്കിൽ ഇന്ന് ഈ ചൊറിയെല്ലാം കൊണ്ട് കുരു പൊട്ടി അല്ലെങ്കിൽ അതുപോലെ തൊലിക്കെട്ടി ഉള്ള ഒരാളാകണം. എല്ലാവരും അങ്ങനല്ല, പലതരം മനുഷ്യന്മാരുണ്ട്. അപ്പോൾ ഇന്നത്തെ ചൊറി വീഡിയോ ഇതുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.